എഗ്രിമെന്റ് ഹസ്ബൻഡ് അവസാന ഭാഗം. രചന ബിബിത റിനീഷ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. വർഷങ്ങൾക്ക് ശേഷം മലേഷ്യയിൽ. ഭൂമി മോനെവിടെ? നീ എന്നോട് നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞ്? എന്താണെന്നറിയില്ല, വന്നപ്പോൾ ഒന്നിന് മുഖം വീർപ്പിച്ചുകൊണ്ട് മുറിക്കകത്ത് വാതിലടച്ചിരിക്കുക. വിളിച്ചിട്ട് വരുന്നില്ല, ഒന്നും മിണ്ടുന്നുമില്ല. ആണോ? അപ്പൊ സീരിയസ് ആയിട്ട് എന്തോ ഉണ്ടായിട്ടുണ്ടല്ലോ. അഗ്നിയുടെയും ഭൂമിയുടെയും മകൻ അയാൻ എന്ന അക്കു ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഭൂമിയെല്ലാം മറന്ന് അഗ്നിയുടെയും അക്കുവിന്റെയും മാത്രമായി. അതുപോലെ തന്നെ ബിസിനസ് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അഗ്നി ഓഫീസിലും വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിച്ച് ഭൂമി വീട്ടിലും. എന്നാൽ എത്ര വലിയ തിരക്കുണ്ടെങ്കിലും അക്കുവിന്റെ കാര്യത്തിൽ അവർ രണ്ടുപേർക്ക് നല്ല ശ്രദ്ധയുണ്ട്. അക്കുവിന് വേണ്ടി അവരുടെ തിരക്ക് പോലും മാറ്റിവെക്കും. അഗ്നി അക്കുവിന്റെ മുറിയിൽ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അവിടെ കട്ടിലിൽ നിന്ന് ജനലോരം നോക്കി നിൽക്കുകയാണ് അക്കു. അഗ്നി ഒന്നും മിണ്ടാതെ പതിയെ പതിയെ പിന്നാലെ ചെന്ന് അക്കുവിനെ ചേർത്ത് പിടിച്ചു. എന്നാൽ അക്കുവിൽ നിന്ന് തിരിച്ചൊരു പ്രതികരണം തന്നെ ഉണ്ടായില്ല. അച്ഛൻ്റെ മോൻ പിണക്കത്തിലാണോ? എന്തുപറ്റി? അക്കു ഒന്നും വേണ്ടിയില്ല. ഒരേ നിൽപ്പനെ പുറത്തേക്ക് നോക്കി നിന്നു. അത് കണ്ട് അക്കുവിനെ അഗ്നി തിരിച്ചു നിർത്തി. അവന്റെ താടിയിൽ പിടിച്ച് മുഖമുയർത്തിയപ്പോൾ അഗ്നിയുടെ കണ്ണുകൾ ചുരുങ്ങി കുഞ്ഞി കണ്ണുകൾ നിറച്ച് തന്നെ നോക്കി നിൽക്കുകയാണ് അക്കു. എന്താ മോനെ, എന്തുപറ്റി? അച്ഛൻ്റെ മോനെന്തിനാ കരയുന്നത്? എന്തുപറ്റി? സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അക്കു ഒന്നും മിണ്ടാതെ അഗ്നിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, മോനെ എന്താ, എന്തുപറ്റി? കാര്യം പറ. ആ സമയം അവിടേക്ക് ഭൂമിയും വന്നു. ഭൂമിയും കൂടി മുറിയിലേക്ക് വന്നപ്പോൾ കരച്ചിൽ നിർത്തി. ആ മുഖത്ത് ദേഷ്യവും കുറുമ്പും നിറഞ്ഞു. അഗ്നിയുടെ പിടിപിടിച്ച് രണ്ടുപേരെയും ദേഷ്യത്തിൽ അക്കു നോക്കി. എന്താ മോനെ? എന്നോട് ആരും മിണ്ടണ്ട, അച്ഛനും മിണ്ടണ്ട, അമ്മയും മിണ്ടണ്ട, രണ്ടുപേർക്കും എന്നോടൊരു ഇഷ്ടമില്ല. ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പറയുന്ന അക്കുവിനെ നോക്കി ഭൂമി അഗ്നിയും കണ്ണുമിഴിച്ച് നിന്നു. അക്കു, നീ എന്താ ഈ പറയുന്നത്? നിന്നോടല്ല പിന്നെ ഞങ്ങൾക്ക് ആരോടെ ഇഷ്ടം? അപ്പോ അച്ഛനും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഞാനെങ്ങനെ വിശ്വസിക്കും? ഇഷ്ടമില്ലാതെയാണോ മോൻ ഇഷ്ടപ്പെട്ടൊക്കെ അച്ഛൻ മേടിച്ചിരുന്നു? അമ്മയും തരുന്നില്ലേ? എനിക്ക് ഐസ്ക്രീമും ചോക്ലേറ്റും ഉടുപ്പൊന്നും വേണ്ട. പിന്നെ എന്താ മോന് വേണ്ടത്? എനിക്കൊരു ബ്രദറും സിസ്റ്ററും വേണം. അക്കു ദേഷ്യത്തോടെ പറഞ്ഞ കാര്യം കേട്ട് അഗ്നിയും ഭൂമിയും കണ്ണും തള്ളി വായും തുറന്നിരുന്നു പോയി. രണ്ടാലും വായും പൊളിച്ച് എന്നെ നോക്കണ്ട, എനിക്ക് വേഗം ബ്രദറും സിസ്റ്ററും വേണം. അക്കു വീണ്ടും പറഞ്ഞപ്പോൾ അഗ്നി കുറുമ്പോടെ ഭൂമിയെ നോക്കി. ഭൂമിയാണെങ്കിൽ പെട്ടതുപോലെ അഗ്നിയെ ഇടം കണ്ടിട്ട് നോക്കി. അച്ഛാ. ആ എന്താ മോനെ? ഞാൻ പറഞ്ഞ കേട്ടിട്ടേ, എനിക്ക് ബ്രദറും സിസ്റ്ററും വേണം വേണം വേണം. ഓക്കെ ഓക്കെ, നമുക്ക് ശരിയാക്കാം. നമുക്കല്ല, അച്ഛൻ ശരിയാക്കണം. വേഗം അമ്മയ്ക്ക് വാവകൾ കൊടുക്ക്, എന്നിട്ട് അമ്മ വേഗം വാവകൾ എനിക്ക് താ. അതുകൂടി കേട്ടതും രണ്ടുപേരും ഞെട്ടി നിന്നു. മോനെ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഞാനല്ല, കാർത്തിക പറഞ്ഞേ. എന്ത്? കാർത്തിക്ക് വീണ്ടും ഒരു അനിയത്തി വന്നു. ഇപ്പൊ അവന് 2 സിസ്റ്ററുണ്ട്. കാർത്തികയുടെ പപ്പയ്ക്ക് കാർത്തിക വലിയ ഇഷ്ടാ. അതുകൊണ്ടാ കാർത്തിക്ക് 2 സിസ്റ്ററിനെ കിട്ടിയത്. അവനിന്ന് ക്ലാസ്സിൽ വന്നപ്പോ പറഞ്ഞു, അമ്മയ്ക്കും അച്ഛനും എന്നോട് ഇഷ്ടമില്ലാത്തോണ്ടാ എനിക്ക് ബ്രദറും സിസ്റ്ററും ഇല്ലാത്തെന്ന്. ആഹാ, കാർത്തി അങ്ങനെ പറഞ്ഞു? അച്ഛൻ്റെ പൊന്നിന് അച്ഛന് ഒത്തിരി ഇഷ്ടാടാ. എന്നിട്ടെന്താ എനിക്ക് വാവി തരാത്തേ? അത് മോൻ പോയി മോൻ്റെ അമ്മയോട് ചോദിക്കേ. അമ്മയ്ക്ക് അക്കുവിനെ ഇഷ്ടമല്ലേ? പിന്നെ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമല്ലേ അമ്മയുടെ കുഞ്ഞിനെ? എന്നെനിക്ക് വാവയെത്താ. അത് തന്നില്ലെങ്കിൽ ഞാൻ മിണ്ടൂല, അച്ഛനോടും മിണ്ടൂല, അമ്മയോടും മിണ്ടൂല. ശരി ശരി, അമ്മ തരാം. ബ്രദറും സിസ്റ്ററും അമ്മ തരാം. അത് കേട്ടതും അഗ്നിയുടെ മുഖം പോന്നിലാവ് പോലെ ഉദിച്ചു നിന്നു. ഭൂമി അത് കണ്ടെങ്കിലും കാണാത്ത പോലെ നിന്നു. ഓക്കെ മോനെ, അപ്പ മോന്റെ ആഗ്രഹം അച്ഛൻ നടത്തി തന്നിരിക്കും. അച്ഛൻ അമ്മയ്ക്ക് വാവകൾ കൊടുത്തേക്കാം, അമ്മ വാവകൾ മോനും തന്നേക്കും. എന്താ ഇപ്പൊ വിശ്വാസമായോ? പറഞ്ഞാൽ മാത്രം പോരാ, അച്ഛൻ ചെയ്തു കാണിക്കും, എന്നിട്ട് വിശ്വസിക്കാം. ഓക്കെ. അത് കേട്ടതും ഭൂമി ഞെട്ടലോട് അഗ്നിയെ നോക്കി. എന്താടി നോക്കുന്നത്? എനിക്ക് എന്നെ മോന്റെ ആഗ്രഹം സാധിപ്പിച്ചേ പറ്റൂ. ഞാൻ വാക്കൊടുത്തു പോയി. ഭൂമി ഒന്നും മിണ്ടാതെ അതിന് തലയാട്ടി കൊടുത്തു. ശേഷം 3 പേരും ഭക്ഷണം എല്ലാം കഴിച്ച് രാത്രി കിടക്കാൻ ചെന്നു. ജഗിൽ വെള്ളവുമായി വരുന്ന ഭൂമിയെ അഗ്നി ഒരു പുഞ്ചിരിയോടെ നോക്കി. ഭൂമി, മോൻ പറഞ്ഞ കേട്ടില്ലേ? കേട്ടല്ലോ. എന്നാ നമുക്ക് മോന്റെ ആഗ്രഹം നടത്തി കൊടുത്താലോ? അയ്യടാ, എന്താ ഒരു പൂതി. ദേ, ഞാൻ എന്റെ മോന് വാക്കൊടുത്താ. ഇനി അത് നടന്നില്ലെങ്കിൽ അവൻ ഈ വീട് തിരിച്ചു വെക്കും. നിനക്കറിയാലോ അക്കുവിന്റെ സ്വഭാവം. ഞാൻ പറഞ്ഞോ വാക്കൊടുക്കാൻ? നീയും പറഞ്ഞല്ലോ ബ്രദറിനെയും സിസ്റ്ററിനെയും കൊടുത്തേക്കാന്ന്. അതവന്റെ സങ്കടം ഒന്ന് മാറാൻ വേണ്ടി ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. എന്നാലേ ഞാൻ എൻ്റെ മോന്റെ സങ്കടം മാറ്റാൻ വേണ്ടി സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അത് ഞാൻ അറിഞ്ഞില്ല. എന്നാ എൻ്റെ മോളിങ്ങോട്ട് വാ, ഞാൻ അറിയിച്ചുതരാം. ഇങ്ങോട്ട് വാടി. അയ്യോ ദേവേട്ടാ. ഒരു ദേവേട്ടനില്ല, അടങ്ങി കിടക്കടി അവിടെ. ആ രാത്രി അഗ്നിയുടെ പ്രണയം മുഴുവനും ഭൂമിയിലേക്ക് ഒരു പേമാരിയായി പെയ്തിറങ്ങി. 1 വർഷത്തിന് ശേഷം. അച്ഛേ, മതി ഒരുങ്ങിയത്, വേഗം വാ, എല്ലാവരും കാത്തിരിക്കുക. നാ വരുന്നടാ മോനെ. അക്കു, എങ്ങനെയുണ്ടോ അച്ഛനെ കാണാൻ?
സൂപ്പർ അല്ലേ? അയ്യോ, അച്ഛന്റെ ഒരുക്കം കണ്ടാ തോന്നും അച്ഛന്റെ കല്യാണാണെന്ന്. ഇന്ന് വാവകളുടെ പേരുകൾ ചടങ്ങല്ലേ, അച്ഛൻ ഒന്ന് വേഗം വന്നേ. നിനക്കിപ്പോ വാവകളെ അമ്മയൊക്കെ മതി, അച്ഛന് വേണ്ടല്ലേ? അയ്യോ, ഞാൻ എന്ത് ചെയ്യും അച്ഛാ, ഒന്ന് വേഗം വരുമോ? വാ നടക്ക്. ഇന്നാണ് അഗ്നിയുടെയും ഭൂമിയുടെയും കുട്ടികളുടെയും പേരിടൽ ചടങ്ങ്. അതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. അഗ്നിയുടെ അച്ഛൻ അശോകനും അമ്മ മാലതിയും കുട്ടികളെടുത്ത് നിൽക്കുകയാണ്. പ്രസവശേഷം ഭൂമിയുടെ അരികിൽ പോയിട്ട് ഒന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ല. അതിന്റെ ദേഷ്യം ഓഫീസിലാണ് തീർക്കുന്നത്. ഇന്ന് കുട്ടികളുടെ ചടങ്ങായതുകൊണ്ട് ഭൂമിയെ നേരിൽ കാണാൻ പറ്റൂലെന്ന സന്തോഷത്തിലാണ് ആള്. മോനെ അക്കു, വാവുകൾക്ക് പേരുമോ കണ്ടുവച്ചിട്ടുണ്ടോ? ഉണ്ട് മുത്തശ്ശ. അങ്ങനെ ചടങ്ങുകൾ തുടങ്ങി. അഗ്നിയും ഭൂമിയും കുട്ടികളെ മടിയിൽ കിടത്തിയ ശേഷം അഗ്നി അക്കുവിനെ നോക്കി. അക്കു അഗ്നിയുടെ ചെവിയിൽ വാവുകൾക്കുള്ള പേര് പറഞ്ഞു കൊടുത്തു. അക്കുവിനെ നോക്കി ചിരിപ്പിച്ചിട്ട് അഗ്നി കുട്ടികളുടെ ചെവിയിൽ പേര് ചൊല്ലി. അനയാ അഗ്നിദേവ്. എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിരിഞ്ഞുപോയി. അഗ്നിയും ഭൂമിയും കുട്ടികൾ കിട്ടിയ സമ്മാനങ്ങളെല്ലാം ഒതുക്കി വെച്ച് മുറിയിലേക്ക് വന്നപ്പോൾ കണ്ടു. അവിടെ തൊട്ടിൽ കിടക്കുന്ന വാവുകളെ ഒരു ചിരിയോടെ നോക്കിയിരിക്കുന്ന അക്കുവിനെ. രണ്ടുപേരും അക്കുവിന്റെ അടുത്ത് നിന്ന് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, സന്തോഷായോ അച്ഛന്റെ മോന്? അക്കു ചിരിയോടെ അഗ്നിയെയും ഭൂമിയെയും കെട്ടിപ്പിടിച്ചു അവരുടെ കവളിൽ ഉമ്മെടുത്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഒത്തിരി സന്തോഷമായി അച്ഛാ, ഞാനിപ്പോ ഒരു ചേട്ടനായി അല്ലേ. അച്ഛേ, അപ്പൂപ്പം വന്നില്ലല്ലോ, അതെന്താ വരാഞ്ഞേ? അത് കേട്ടതും അഗ്നി ഭൂമിയെ നോക്കി. ഭൂമിയും വല്ലായ്മയോട് അഗ്നിയെ നോക്കി. അപ്പൂപ്പൻ വയ്യാണ്ടിരിക്കില്ലേ മോനെ, ദൂരയാത്ര ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാ. എന്നാ നമുക്ക് അപ്പൂപ്പന്റെ വീട്ടിൽ പോയാലോ? അപ്പൊ വാവകളെ അപ്പൂപ്പനെ കാണാലോ. നമുക്ക് പോകാം അച്ഛേ. പോവാം, ഇപ്പോഴല്ല, മോന്റെ വെക്കേഷൻ തുടങ്ങുമ്പോ. ഓക്കെ ഓക്കെ അച്ഛേ. അന്ന് രാത്രി മക്കളെ ഉറക്കിയ ശേഷം ഭൂമി ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ അഗ്നി പിന്നിലൂടെ വന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണോ ഭാര്യ രാത്രി ഒറ്റക്കൊരു നിൽപ്പ്? ഏയ് ഒന്നുമില്ല ദേവേട്ടാ. ഒന്നുമില്ലെന്ന് മാത്രം പറയില്ലടി ഭാര്യ, എനിക്ക് അറിഞ്ഞോണ്ടടി നിന്നെ. എന്താ കേസ് ദേവേട്ടാ? എന്തേ ഭൂമി, നാട്ടിൽ പോണ കാര്യം പറഞ്ഞുകൊണ്ടാണോ ഇടവന്നുള്ള നിൽപ്പ്? എനിക്ക് മനസ്സിലാവൂത്, പക്ഷെ പോണം, പോവാതെ പറ്റില്ല. അങ്കിൾ വയ്യാണ്ടിരിക്കല്ലേ, ഇന്ന് രാവിലെ കൂടി എന്നെ വിളിച്ചിരുന്നു, മക്കളെ കാണാൻ കൊതിയാവുന്നെന്നും പറഞ്ഞു. പക്ഷെ ദേവേട്ട അവിടെ ചെല്ലുമ്പോ അറിയാം, അരിയും വൈകിയും അവരെ കുറിച്ച് നീ പേടിക്കണ്ട. ഞാനുള്ളപ്പോ അക്കുവൊന്നും അറിയില്ല. എന്നാലും ഒരെന്നാലും ഇല്ല, 4 മാസം കൂടി കഴിഞ്ഞ അക്കുവിന് വെക്കേഷനാണ്. 1 മാസം നമുക്ക് നാട്ടിൽ നിൽക്കാം, ഓക്കെ? അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി പാർത്ഥിവനെ കാണാൻ അവർ നാട്ടിലെത്തി. പോകും വഴി അവിടെയുള്ള ഓരോ കാഴ്ചകളും വിടർന്ന കണ്ണോടെ കാണുന്ന അക്കുവിന് അഗ്നി ചേർത്ത് പിടിച്ചു. അച്ഛന്റെ പൊന്നിന് ഇഷ്ടമായോ ഈ നാട്? ഇഷ്ടായി അച്ഛേ, നല്ല രസം കാണാൻ. ഒരുപാട് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ പാർത്ഥിവന്റെ വീട്ടിലെത്തി. വൈകിയാണ് വാതിൽ തുറന്ന് അഗ്നിയെ ഭൂമിയെ പെട്ടെന്ന് നേരിൽ കണ്ടപ്പോൾ വൈകി ഒരു നിമിഷം ഞെട്ടി നിന്നു. ഹായ് ആന്റി, അപ്പൂപ്പനെവിടെ? അപ്പോഴാണ് താഴെ നിൽക്കുന്ന അക്കുവിനെ വൈക കണ്ടത്. അവനെ കണ്ടതും ആ പഴയ കൊച്ചു കുഞ്ഞിന്റെ മുഖം ഓർമ്മയിൽ തെളിഞ്ഞു. അല്ല, ഇതാരാ വന്നേക്കണേ, അപ്പൂപ്പന്റെ അക്കുമോനോ? പാർത്ഥിവനെ കണ്ടതും അക്കു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അപ്പൂപ്പ സുഖാണ് അപ്പൂപ്പന്? ഓ, അപ്പൂപ്പന് നല്ല സുഖാടാ. പിന്നെ അപ്പൂപ്പ, ഞാനിപ്പോ ചേട്ടനായി, എനിക്ക് അനിയനും അനിയത്തിയുണ്ട്, ദേ നോക്കിയേ. പാർത്ഥിവനോട് അതീവ സന്തോഷത്തോടെ തന്റെ കാര്യങ്ങൾ പറയുന്ന അക്കുവിനെ കണ്ടാണ് ഹരി ഇറങ്ങി വന്നത്. ഒരു നിമിഷം ഹരി ഞെട്ടലോടെ നിന്നു. തന്റെ കുഞ്ഞിന്ന് വളർന്നു വലുതായി. തന്റെ മുന്നിൽ അക്കുവിനെ ചേർത്ത് പിടിക്കാമെന്ന ഹരിയെ കണ്ട് അക്കു പറഞ്ഞു, ഹായ് അങ്കിൾ. അക്കുവിന്റെ ആ വാക്കിൽ ഹരി പിടിച്ചെട്ടിയതുപോലെ നിന്നു. താൻ ജന്മം കൊടുത്ത തന്റെ സ്വന്തം മകൻ തന്നെ നോക്കി അങ്കിൾ എന്ന് വിളിച്ചിരിക്കുന്നു. ഹരിയുടെ മനസ്സിൽ 1000 മുള്ളു തറച്ച പോലെ തോന്നി. അക്കു. അഗ്നിയുടെ ശബ്ദമാണ് ഹരിയെ ചിന്തയിൽ നിന്നുണർത്തിയത്. തലയരിച്ചു നോക്കിയ ഹരി കണ്ടു 2 കുഞ്ഞുങ്ങളെ എടുത്ത് നടന്നു വരുന്ന അഗ്നിയും ഭൂമിയും. വർഷങ്ങൾക്ക് ശേഷം ഭൂമിയെ കണ്ട ഹരി അവളെ കണ്ടെടുക്കാതെ നോക്കി നിന്നു. തന്റെ ഭൂമി ഒരുപാട് മാറിപ്പോയി. അവൾ ഇവിടുന്ന് പോകുമ്പോഴുള്ള പെണ്ണേ അല്ല, നന്നായി വെളുത്തു, ഒരുപാട് സുന്ദരിയായതുപോലെ. 3 കുട്ടികളെ പ്രസവിച്ചാണെന്ന് കണ്ടാൽ പറയില്ല. ഒതുങ്ങിയ ശരീരമാണ് അവൾക്ക് അന്നും ഇന്നും. വേണ്ട, വീണ്ടും ആ പഴയ കണ്ണുകൊണ്ട് ഞാനിനി അവളെ കാണാൻ പാടില്ല. ഒരു നിമിഷം കണ്ണുകൾ ഇറുക്കി അടച്ച് സ്വയം നിയന്ത്രിച്ചു ഹരി. സുഖാണോ ഹരി? സുഖം. ഭൂമി വീണ്ടും പ്രസവിച്ചല്ലേ, ഞാൻ അറിഞ്ഞു. ആ, അക്കുവിന്റെ നിർബന്ധമായിരുന്നു ഒരു ബ്രദറും സിസ്റ്ററും വേണമെന്ന്. അത് പിന്നെ അവനും ആഗ്രഹം ഉണ്ടാവില്ല അഗ്നി. പലപ്പോഴും എന്നെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അക്കുമോ പറഞ്ഞിട്ടുണ്ട് അവന്റെ കൂട്ടുകാർക്കൊക്കെ കൂടപ്പിറപ്പുള്ള കാര്യം. ഇപ്പോഴെങ്കിലും എൻ്റെ മോൻ്റെ ആഗ്രഹം നീ സാധിച്ചു കൊടുത്തല്ലോ, സന്തോഷായി. എവിടെ ഒന്ന് കൊണ്ടുവന്ന് എൻ്റെ പിള്ളേരെ ഞാനൊന്ന് കണ്ണിറച്ച് കാണട്ടെ. സോഫയിൽ എന്ന് പറയുന്ന പാർത്ഥിവന്റെ കയ്യിലേക്ക് അഗ്നിയും ഭൂമിയും കുട്ടികളെ വെച്ചു കൊടുത്തു. നിറഞ്ഞ പുഞ്ചിരിയോടെ പാർത്ഥിവൻ കുട്ടികളെ ചേർത്ത് പിടിച്ചു. ഇത് കണ്ട് വൈകിയുടെയും ഹരിയുടെയും ഉള്ളിൽ സങ്കടം തോന്നി. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഇതുവരെ ഒരു കുഞ്ഞിനെ ദൈവം തങ്ങൾക്ക് തന്നിട്ടില്ല. മോളെ വൈക, ഇവരുടെ മുറി കാണിച്ചു കൊടുക്ക്. ശരി അച്ഛാ. വൈക അവർക്കുള്ള മുറി തുറന്നു കൊടുത്തു. കുട്ടികളെ ബെഡിൽ കിടത്തി. അഗ്നി ഫ്രഷ് ആവും ബാത്റൂമിൽ കയറി.
അക്കു പാർത്ഥിവിന്റെ അരികിലേക്ക് പോയി. ഈ സമയം വൈഗ ഭൂമിയുടെ അരികിൽ വന്നു. പെട്ടെന്ന് വൈകിയെ കണ്ടതും ഭൂമി എന്തെന്ന രീതിയിൽ നോക്കി. ഭൂമി, എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? എന്തിന്? ഞാൻ നിന്നോട് ഒരുപാട് തെറ്റ് ചെയ്തില്ലേ? അതിന്? പെട്ടെന്ന് വൈകിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ ഭൂമിയുടെ കാൽക്കൽ വീണു. ഒരു നിമിഷം ഭൂമിയും വല്ലാതെയായി. പെട്ടെന്ന് തന്നെ വൈകിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താ വൈക ഇത്? ഭൂമി, എന്നോട് പൊറുക്കണം. നിന്നോട് ചെയ്തു പോയ തെറ്റിന് എനിക്കൊരുപാട് ശിക്ഷ കിട്ടി. നീയും കുഞ്ഞിവിടുന്ന് പോയ ശേഷം ആകെ ഒരു മടുപ്പ് പോലെയായി. അച്ഛൻ അധികം സംസാരിക്കാതെയായി. അതുപോലെ അരിയും കിട്ടിയ സ്വത്ത് വെച്ച് ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. ഞങ്ങൾ ആദ്യമൊക്കെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പതിയെ നഷ്ടങ്ങൾ വരാൻ തുടങ്ങി. പിന്നീട് നഷ്ടങ്ങൾ മാത്രമായി. ഒടുവിൽ ബിസിനസ് തകർന്നു. പിന്നീട് ജോലി അന്വേഷിച്ച് നടപ്പായി ഞങ്ങൾ. ഒടുവിൽ ആ പഴയ ബാങ്കിലെ ജോലി ഹരി എങ്ങനെയോ തിരിച്ചു പിടിച്ചു. പിന്നീട് അങ്ങോട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഹരിയാണെങ്കിൽ എപ്പോഴും ഉണ്ണിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. ഉണ്ണിയല്ല, അക്കു. ഓ സോറി, അറിയാം, ഞാൻ പഴയ ഓർമ്മയിൽ വിളിച്ചു പോയതാ. ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും നടക്കാതായപ്പോൾ ഒരു ഡോക്ടറെ പോയി കണ്ടു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ് എനിക്കൊരു അമ്മയാവാൻ കഴിവില്ലെന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് വൈക വായപൊത്തി കരയാൻ തുടങ്ങി. ഭൂമിയുടെ ഉള്ളിലും ചെറിയ നോവുണ്ടായെങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല. നിന്നോട് ചെയ്തതിന് ദൈവം എനിക്കന്ന് ശിക്ഷയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഭൂമിക്ക് എന്നോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ലെന്നറിയാം. എന്നാലും ഇനി എന്നെ വെറുക്കരുത്, ശപിക്കരുത്. എനിക്കാരോടും വെറുപ്പോ ദേഷ്യമൊന്നും തന്നെയില്ല. എല്ലാം എൻ്റെ വിധിയായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു കുഞ്ഞു വരാത്ത് നിനക്ക് അമ്മയാനുള്ള യോഗം ഉണ്ടെങ്കിൽ ദൈവം ഉറപ്പായും തരും. കാത്തിരിക്കണം, എനിക്കത്രേ പറയാൻ കഴിയും. വൈകി ഒരു പുഞ്ചിരിയോടെ മുറിവിട്ടിറങ്ങി. അപ്പോഴാണ് കുളി കഴിഞ്ഞ് അഗ്നി ഇറങ്ങി വന്നത്. അവന്റെ മുഖം കണ്ടപ്പോഴേ ഭൂമിക്ക് മനസ്സിലായി എല്ലാം കേട്ടു എന്ന്. ദേവേട്ടാ, നമുക്ക് തിരിച്ചു പോയാലോ? എന്തിന്? എനിക്കെന്തോ പേടി തോന്നാ. അക്കു കൈവിട്ടു എന്നോർത്താണോ? അഗ്നി അവളുടെ അടുത്ത് നിന്ന് തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്റെ വീണ് പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. അക്കു നമ്മുടെ മോനാ, അവൻ നമ്മളെ വിട്ട് എങ്ങോട്ടും പോവില്ല. പിന്നെ വൈക അവളുടെ കാര്യമില്ല, എനിക്കറിയാം. എന്നോടെങ്കിലെല്ലാം നേരത്തെ പറഞ്ഞിരുന്നു. നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കേട്ടപ്പോൾ എനിക്കും സങ്കടം തോന്നിയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എന്നെ പോലെ പെണ്ണിനെയല്ലേ വൈകിയും. ഒരമ്മയാവൻ ഏതൊരു പെണ്ണിന് ആഗ്രഹം ഉണ്ടാവില്ലേ? നീ പറഞ്ഞല്ലോ ആൾക്ക് അമ്മയാവ യോഗണ്ടി ദൈവം കൊടുക്കുന്നു. കാത്തിരിക്കട്ടെ. അല്ല, അക്കുവിടെ കുളികണ്ട് അപ്പുവിൻ്റെ അടുത്തേക്ക് പോയോ? എന്നാൽ നീയും പെട്ടെന്ന് ഫ്രഷായിട്ട് താഴിക്കുക. പിള്ളേർ ഉറങ്ങിയല്ലേ, പെട്ടെന്ന് താഴിക്കുക. ഉണരുമ്പോൾ എന്തെങ്കിലും കഴിക്കണം. ശരി, ഞാനിപ്പോൾ വരാം. അങ്ങനെ അവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഹരിയുടെ മടിയിൽ നിന്ന് കളിക്കുന്ന അക്കുവിനെയാണ്. ഒരു നിമിഷം ഭൂമിയിൽ അതൊരു വല്ലാത്ത അസ്വസ്ഥത നിറച്ചു. അവളുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ അഗ്നി അവളെ ചേർത്ത് പിടിച്ച് ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചു. അഗ്നിയെയും ഭൂമിയെയും കണ്ടപ്പോൾ അക്കു ഹരിയുടെ മടിയിൽ നിന്ന് ഓടി അഗ്നിയുടെ മേലേക്ക് കയറി. അഗ്നി അവനെ കോരിയെടുത്ത് കവളിൽ അമർത്തി ചുംബിച്ചു. എന്താ അച്ഛന്റെ മോനെ മൊത്തൊരു സന്തോഷം? അച്ഛാ, ഈ അങ്കിള് പറയാ. അങ്കിളിനെ അങ്കിളെന്ന് വിളിക്കണ്ട, ഹരിയച്ചാന്ന് വിളിക്കാൻ. അത് കേട്ടതും അഗ്നിയും ഭൂമിയും ഹരിയെ നോക്കി. ഹരി ഒരു വല്ലായ്മയോടെ തലകുനിച്ചിരുന്നു. എന്നിട്ട് മോനെന്ത് പറഞ്ഞു? അങ്ങനെ വിളിക്കാന്ന് പറഞ്ഞു. ഞാനങ്ങനെ വിളിക്കില്ല. എനിക്ക് അച്ഛനെ മാത്രം അച്ഛാന്ന് വിളിച്ചാൽ മതി. ഞാനെന്തിനാ അങ്കിളിനെ ഹരിയച്ഛനെന്ന് വിളിക്കുന്നേ? അത് കേട്ടതും ഹരിയുടെ മനസ്സിൽ വല്ലാത്തൊരു നോവ് അനുഭവപ്പെട്ടു. അത് അഗ്നി കൃത്യമായി കാണുകയും ചെയ്തു. ഹരിയുടെ അവസ്ഥ അറിഞ്ഞ പോലെ അക്കുവിനോട് അഗ്നി പറഞ്ഞു, മോനെ, ഹരിയെങ്കിലും വയ്യാൻ്റെയും കുട്ടികളില്ല. അങ്കിളുടെ ഒരു ആഗ്രഹമല്ലേ, മോൻ അങ്ങനെ വിളിച്ചു. അച്ഛക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. വേണ്ട, എനിക്കിഷ്ടല്ല. ഞാനങ്ങനെ വിളിക്കില്ല. ഞാൻ അച്ഛയുടെ മോനാ. ഞാൻ അച്ഛനെ മാത്രമേ അച്ഛയെന്ന് വിളിക്കൂ. മോനെ അച്ഛനെ അച്ഛയെന്ന് വിളിച്ചോ? പക്ഷെ അങ്കിളിന് ഹരിയച്ഛന്നല്ലേ വിളിക്കുന്നത്. അച്ഛനെ മോൻ അച്ഛൻ പറഞ്ഞ് അനുസരിക്കില്ലേ? വേണ്ട, അഗ്നിമോന് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെയൊന്നും വിളിക്കണ്ട. അങ്കിളെ നിന്നെ വിളിച്ചോ കേട്ടോ. അത് കേട്ട് അക്കു പറഞ്ഞു, സാരില്ല, ഞാൻ അരിയച്ചെന്ന് വിളിക്കാം. എൻ്റെ അച്ഛ പറഞ്ഞുകൊണ്ട് മാത്രം. അരിയച്ചാ. അത് കേട്ടത് ഹരിയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. അക്കുവിന് നേരെ ഹരി കൈ നീട്ടിയപ്പോൾ അക്കു നേരെ ഹരിയുടെ കൈകളിലേക്ക് ചേർന്ന് തന്റെ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവന് നെറ്റിയുടെ സ്നേഹത്തോടെ ഉമ്മ കൊടുക്കുമ്പോൾ അഗ്നിയുടെ മനസ്സിൽ ചെറിയൊരു നോവുണ്ടായിരുന്നു. അപ്പോഴാണ് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന വൈകിയെയും അഗ്നി ശ്രദ്ധിച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അഗ്നി അക്കുവിന്റെ അരികിൽ ചെന്നു. മോനെ അക്കു, അങ്കിളിന് അരിയച്ച എന്ന് മാത്രമല്ല ആന്റിയമ്മ എന്നൂടി വിളിച്ചോ. എന്റെ മോനെ ഓക്കെ ആണോ? ഓക്കെയാണ് അച്ഛേ. എന്നാൽ ഭൂമിക്കൊന്നും സഹിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ അഗ്നിയെ നോക്കി. അവളെ ചേർത്ത് പിടിച്ച് ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി. അങ്ങനെ കുറച്ചു ദിവസം അക്കുവുമായി ഹരിയും വൈകി ഒരുപാട് അടുത്തു. ഒരിക്കൽ തള്ളിപ്പറഞ്ഞ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവർ രണ്ടുപേരും ഒരുപാട് സ്നേഹിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഭൂമിയുടെ മനസ്സിൽ നല്ല പേടിയും സങ്കടവും തോന്നി. തന്റെ മകനെ തനിക്ക് നഷ്ടമാകുമോ, അവന്റെ അച്ഛനെ അവൻ തിരിച്ചറിയുമോ എന്നുള്ള ഭയം. എന്നാൽ അഗ്നിയുടെ ചേർത്ത് പിടിക്കലും സമാധാനപ്പെടുത്തലുമെല്ലാം ഭൂമിയുടെ ഭയത്തെ കുറയ്ക്കാൻ കഴിയുന്നതായിരുന്നു. മോനെ, നിനക്ക് ഹരിയച്ഛൻ്റെ കൂടെ ഇവിടെ നിന്നൂടെ? ഇവിടെ നല്ല സ്കൂളൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ പഠിക്കാം. ഹരി പറയുന്ന കേട്ടുകൊണ്ടാണ് അഗ്നിയും ഭൂമിയും പാർത്ഥിപൻ അവിടേക്ക് വന്ന്. ആ നിമിഷം ഭൂമിയിൽ വീണ്ടും ഭയം ഉടലെടുത്തു. അതുപോലെ പാർത്ഥിപനിലും. എന്നാൽ അഗ്നിയിൽ യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. അക്കുവിന്റെ മറുപടി എന്താവുന്ന എല്ലാവരും ഒരുപോലെ കാത്തിരുന്നു. അയ്യോ, അതൊന്നും പറ്റില്ല അരിയച്ച. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും അടുത്ത് വേണം. പിന്നെ എൻ്റെ വാവുകളും. എനിക്ക് അവരുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം.
പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ നെഞ്ചിലേ ഉറങ്ങും, ഇല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ അമ്മയും കൂടെ നിൽക്കും. അത് കേട്ടോ വൈകി ചോദിച്ചു. മോൻ അച്ഛനെയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ വാവകളെയാണ്. അപ്പുവിന്റെ മറുപടി കേട്ടതും ഭൂമി, അഗ്നിയും പാർത്ഥിവനും ഒരുപോലെ മനസ്സ് നിറഞ്ഞ് ചിരിച്ചു. എന്നാൽ വൈകിയുടെയും ആരുടെയും മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. താൻ ജന്മം കൊടുത്ത മകൻ തന്റെ സ്നേഹം പോലും സ്വീകരിക്കുന്നില്ല. അല്ലെങ്കിലും താൻ ഇതെല്ലാം അറിയിക്കുന്നവൻ തന്നെയാണ്. പണ്ട് അഗ്നി പറഞ്ഞ കാര്യങ്ങൾ ഹരിയുടെ ഓർമ്മകളിൽ തെളിഞ്ഞു. തന്റെ മകന്റെ സ്നേഹം അറിയിക്കാൻ തനിക്ക് യോഗമില്ല. ആ ഭാഗ്യം കിട്ടിയത് അഗ്നിക്ക് മാത്രമാണ്. അക്കു പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും നിറഞ്ഞ കണ്ണോടെ ഭൂമി അഗ്നിയെ നോക്കി. അപ്പോഴും അഗ്നി എന്നത്തെയും പോലെ ഇരുമിഴികളും ചെമ്മി കാണിച്ച് ഭൂമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ ഭൂമി, ഒന്നുകൊണ്ടും പേടിക്കണ്ട. അക്കു നമ്മുടെ അരികിൽ നിന്ന് എങ്ങോട്ടും പോവില്ല. ഇപ്പൊ നിനക്ക് സമാധാനമായോ? അന്ന് രാത്രി ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം എല്ലാവരും ഹാളിലിരിക്കുമ്പോഴാണ് അഗ്നി പറഞ്ഞത്, അങ്കിൾ ഞങ്ങൾ നാളെ രാവിലെ പോവും. 3 ആഴ്ചയിൽ ഇവിടേക്ക് വന്നിട്ട് ഇനി പറ്റില്ല, തിരിച്ചു പോകണം. അവിടെ അച്ഛനും അമ്മയ്ക്ക് ഞങ്ങൾ ചെല്ലുന്ന കാത്തിരിക്കുക. പിന്നെ ഓഫീസിൽ നിന്ന് മെയിലുണ്ടായിരുന്നു, അവിടെ നാളെ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങും. അത് കേട്ടതും ഹരിയും വൈകി ഒരു നിമിഷം വല്ലാതെയായി. ഇത്രയും ദിവസം അക്കുവും കുട്ടികളുള്ളതായിരുന്നു അവരുടെ സന്തോഷം. അവർ പോയി കഴിഞ്ഞാൽ തങ്ങൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക്. ഓർക്കും തോറും ഹരിയുടെ നെഞ്ചു വല്ലാതെ വിങ്ങിക്കൊണ്ടിരുന്നു. എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയതിനു ശേഷം അഗ്നി വരാന്തയിൽ വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നിലായി ഹരിയും വന്നു. അഗ്നി തിരിഞ്ഞു നോക്കി. എന്താ ഹരി, കിടന്നില്ലേ? അഗ്നി നാളെ തന്നെ പോകണമെന്നാണോ? കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? എനിക്ക് കുട്ടികളെ കൊഞ്ചിച്ച് മതിയായില്ല. അഗ്നി ഒരു പുഞ്ചിരിയോട് ഹരിയെ നോക്കി. അപ്പോഴാണ് അവിടേക്ക് വൈകിയും കടന്നു വന്ന്. പറ്റില്ല ഹരി, പോണം, പോയേ പറ്റൂ. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞതാ. അഗ്നി പ്ലീസ് ഹരി, എന്നെ തടയരുത്. എനിക്ക് അവരെ കൊണ്ടുപോയേ പറ്റൂ. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ രണ്ടുപേരുടെ അവസ്ഥ. പക്ഷെ ഞാനെന്ത് ചെയ്യാനാ? എനിക്കെൻ്റെ മക്കളെ വിട്ടുതരാൻ കഴിയില്ല. ഇന്ന് ഹരി ചോദിച്ച ചോദ്യത്തിന് അക്കും മറുപടി പറഞ്ഞ് ഞാനും കേട്ടിരുന്നു. അവൻ പറഞ്ഞ ശരിയാ, എത്രയ്ക്കാണെങ്കിലും അവൻ ഉറങ്ങാൻ എൻ്റെ നെഞ്ച് വേണം. മക്കൾക്ക് മാത്രമല്ല, അവരുടെ അമ്മയ്ക്കും. അതുപോലെ തന്നെ എനിക്കിനി എത്ര മക്കളുണ്ടായാലും അക്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് അവർ. കാരണം എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ച് എൻ്റെ അക്കുവാ. അതുകൊണ്ട് ഹരി ഇനിയെങ്കിലും മനസ്സിലാക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി അവിടെ നിന്നും പോയി. ഹരിയും വൈകിയ ഒരു നോവോടെ പരസ്പരം നോക്കി നിന്നു. പിറ്റേന്ന് അവർ പോവാൻ റെഡിയായി താഴേക്ക് വന്നു. അക്കു അപ്പൂപ്പനോട് യാത്ര പറഞ്ഞിട്ട് വാ. അത് കേട്ടതും അക്കു പാർത്ഥിവന്റെ അടുത്തേക്ക് ചെന്നു. അപ്പൂപ്പന്റെ കുട്ടി പോവാണോടാ? ഇനി എപ്പോഴാ അപ്പൂപ്പന്റെ കുട്ടിയൊന്ന് കാണാൻ കിട്ടുന്നത്? ഞാൻ ഇനിയും വരും അപ്പൂപ്പ, ഇപ്പൊ ഞാൻ പോട്ടെ. ശരി, പോയിട്ട് വാ. അക്കു പിന്നെ ഹരിയുടെയും വൈകിയുടെയും അരികിലേക്ക് നടന്നു. തന്നെ വേദനയോടെ നോക്കുന്ന ഹരിയെയും വൈകിയും കെട്ടിപ്പിടിച്ച് അവരുടെ കവിളിൽ സ്നേഹത്തോടെ ചുംബനം കൊടുത്തു അക്കു. ഞാൻ പോയിട്ട് വരാം അരിയച്ചാ, പോട്ടെ ആന്റിയമ്മേ. രണ്ടുപേരും അക്കുവിനെ കെട്ടിപ്പിടിച്ച് അവന്റെ കവിളിൽ ഉമ്മെടുത്തുകൊണ്ട് പറഞ്ഞു, പോയിട്ട് വാ മോനെ. അടുത്ത അവധിക്ക് എൻ്റെ മക്കൾ നേരത്തെ വരണം. നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്യണം, കുറെ കളിക്കണം. ഹരിയച്ഛനും ആന്റിയമ്മയും കാത്തിരിക്കുവേ. നിറകണ്ണോടെ പറയുന്ന അവരെ നോക്കി അക്കു ഒരു പുഞ്ചിരിയോടെ തലയാട്ടി. ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ വണ്ടിയിൽ കയറി. അവരുടെ കാർ കണ്ണിൽ നിന്നും മറയുന്നവരെ ആ വീടിന്റെ ഉമ്മറത്ത് നിറകണ്ണോടെ ഹരിയും വൈകിയും നിന്നു. വീണ്ടും അവരുടെ തിരിച്ചുവരവിനായി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.